മോഹൻലാലിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് അറിയാമോ? മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്നാണ്. മോഹൻലാലിന്റെ ജന്മദേശം എവിടെയാണ്? എലന്തൂര്, പത്തനംതിട്ട ജില്ലയിലെ എലന്തൂരാണ്. മോഹൻലാൽ എന്ന് പറയുമ്പോൾ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാൽ സാർ. അതുപോലെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. മോഹൻലാൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? നടന വിസ്മയം എന്ന് അറിയപ്പെടുന്നു. 2001 നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മലയാളത്തിൻ്റെ പ്രിയ നടനായ മോഹൻലാലിനെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. 2019 ഇന്ത്യ മഹാരാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 2023 അദ്ദേഹം മോഹൻലാലിന് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നൽകുകയുണ്ടായി. അത് 2025 അദ്ദേഹം ആദരണീയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും ഏറ്റുവാങ്ങുകയും ചെയ്തു. അതുപോലെ തന്നെ 2009 ഇന്ത്യൻ ആർമിയുടെ ലഫ്റ്റനൻ്റൽ കേണൽ പദവി ആർക്ക് ലഭിച്ചു? മോഹൻലാലിന് ലഭിക്കുകയുണ്ടായി. അതുപോലെ മോഹൻലാലിൻ്റെ ആത്മകഥയാണ് ഹൃദയത്തിൻ്റെ കയ്യൊപ്പ്, സമ്മോഹനം. ഇതൊക്കെ മോഹൻലാലിൻ്റെ മറ്റു ബുക്കുകൾ. സമ്മോഹനം മോഹൻലാലിൻ്റെ മറ്റു ബുക്കാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ശുഭയാത്ര പദ്ധതിയുടെയും മൃതസഞ്ജീവനി പദ്ധതിയുടെയും അംബാസഡർ ആരെന്ന് ചോദിച്ചാൽ അത് മോഹൻലാലാണ്. KSRTCയുടെ ഗുഡ്വിൽ അംബാസഡർ ആരാണ്? മോഹൻലാലാണ്. വിൻസ്മെര ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാലാണ്. അതുപോലെ മോഹൻലാൽ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിൻ്റെ പേരാണ് യോദ്ധാവ്. മോഹൻലാലിൻ്റെ ജീവചരിത്രം ഏതാണെന്ന് പറയുമ്പോൾ മുഖരാഗം എഴുതിയത് ഭാനുപ്രകാശാണ്. മാതൃഭൂമി ബുക്സാണത് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീലങ്കൻ പാർലമെൻറ്റ് മോഹൻലാലിനെ ആദരിക്കുകയുണ്ടായി. ശ്രീലങ്കൻ പാർലമെൻറ്റ്. അതുപോലെ തന്നെ മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഒരു മഹാനടനാണ് അല്ലേ? മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാളത്തിൻ്റെ പ്രിയ ലാലേട്ടൻ അല്ലെങ്കിൽ ലാൽ സാർ. അദ്ദേഹം ഇന്ത്യയിലും ലോകരാഷ്ട്രങ്ങളിലും ഒക്കെ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്.